ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എണിച്ച് നമ്മളെ ഡ്യൂട്ടികളിലേക്ക് വരാം കേട്ടോ. ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത നമ്മുടെ ഉണ്ണികൾക്ക് സ്കൂൾ തുറക്കാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എണിച്ച് കുറച്ച് കൂടുതൽ നേരത്തെ 4:15 എണിച്ചിരുന്നതാണ്. നമുക്ക് ഈ ടൈം നമ്മൾ കുറേ ദിവസമായില്ല നേരത്തെ എണിച്ചിട്ട്. അപ്പോൾ സമയം ഇതായിട്ടേ ടെൻഷനായിട്ട് 4:15 എണിച്ചു. പിന്നെ ഞാൻ കളറ വെച്ച് ഇങ്ങനെ കിടന്നിട്ട് 6:30 എണിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഭക്ഷണം കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഇന്ന് ഭക്ഷണം കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ നമുക്ക് ഈ നേരത്തെ വെച്ചാൽ മതി. വെള്ളയപ്പം അങ്ങനെ ബിസാർ ഉണ്ടാക്കി വെച്ച് പോകലുണ്ട്. വേറെ ഒന്നും വേണ്ട. യൂണിഫോം ഇട്ട് പോകാൻ വേണ്ട. ബാഗും സാധനമൊന്നും കൊണ്ടുവരണ്ടാകുന്നുണ്ട്. വെള്ളവും സാധനങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാൽ സ്കൂൾ വിടും. ഇന്നത്തെ ഒരു ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന സ്പെഷ്യൽ വീഡിയോ എന്തൊക്കെയാവും. കുണിക്കിനെയാണ് ഞങ്ങൾക്ക് ടെൻഷൻ. കുണിക്കാൻ കുഴപ്പമില്ല, വിഷമുണ്ടെങ്കിലും അവൻ സെറ്റാവുമെന്നാണ് തോന്നുന്നത്. അറിയില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വിചാരിക്കുമ്പോൾ നേരെ വിവിധയിലൊക്കെ ആവാറ്. നമുക്ക് നോക്കാം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ പണികളായിട്ട് കഴിക്കട്ടെ. എന്താ വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അതിൻ്റെ അടപ്പത്തിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണില്ല. എന്താ വെച്ചാൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കണ്ട. പിന്നെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ഈ ടച്ച് വിട്ടിരിക്കുന്നതിന് നമുക്ക് കുറച്ച് ഒരു പെട്ടെന്ന് എടുത്ത് ചെയ്യാനൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ കുറേ നാളുകളായിട്ട് ഇപ്പോൾ 2 മാസത്തോളം ജീരക സ്കൂളിൽ പോകാണ്ടിരുന്നിട്ട് അങ്ങനെ നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസ് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിരുന്നു. അത് വേവിക്കാൻ വെച്ചു. അത് വേവിക്കാൻ വെച്ചപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. സബോള കഴിഞ്ഞു. ഇന്നലെ സബോളയൊക്കെ അച്ചാറുണ്ടാക്കി പിടിച്ചൊക്കെ ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ അനുവേണ്ണ അതിന് ശേഷം കുറച്ച് ചായ ഇട്ടു. അപ്പോൾ ചായക്കുള്ള പാത്രം കഴുകി വെള്ളം എടുത്തു, അത് കൊണ്ടുവച്ചു. പിന്നെ പച്ചരി ഞാൻ തലേദിവസം ഒരു 3-5 പ്രാവശ്യം കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിടുക. പിന്നെ ഒരു 2-3 പ്രാവശ്യം കഴുകി നമ്മൾ അരയ്ക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ വെള്ളയപ്പത്തിന് അരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റും നാളികേരവും ചോറും പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് അരച്ച് വയ്ക്കുക ചെയ്യണം. പിന്നെ 1 മണിക്കൂർ, ഇപ്പോൾ മഴക്കാലം കാരണം ഒരു 1.5 മണിക്കൂറൊക്കെ ആവേണ്ടി വരും. അത് പൊന്തിയത് സെറ്റാവട്ടെ. അങ്ങനെ നമ്മൾ വെള്ളയപ്പത്തിന് അരച്ച് വെച്ച് കഴിഞ്ഞു. അങ്ങനെ തരും കൂടി വെള്ളയപ്പത്തിന് ഒരു ട്രിപ്പത്തിൽ ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് ഒരു ട്രിപ്പ് കൂടി അരയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ അടുത്തതും അരയ്ക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ണോളെ വിളിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ്. പിന്നെ ഒരു 2-3 ഗ്ലാസ് അരി അടപ്പത്തിട്ടു. അപ്പോഴേക്കും ഇത് അരി കഴുകുന്ന സമയത്ത് ഞാൻ വീഡിയോ ഓണാക്കിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ചോറ് അരി കഴുകാനാണ് അടുപ്പത്തിട്ടെന്ന് പറഞ്ഞിട്ട് 5-6 പ്രാവശ്യം അരി കഴുകിയതാണ്. പക്ഷേ വീഡിയോ ഓണാക്കാൻ മറന്നു. അതാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യുക, സബോള ഇല്ല. വണ്ടി പോയിട്ട് വണ്ടി നമ്മുടെ റോട്ടിലൂടെ പോവില്ല. റോഡ് ഇടിഞ്ഞെടുക്കണതിനും വണ്ടിയിൽ പോയിട്ട് സബോള മേടിച്ചിട്ടുണ്ടായിരുന്നു, നിർത്തിയില്ല. അങ്ങനെ ചോദിച്ചു സബോള ഇല്ലാണ്ട് നമുക്കൊന്ന് ഗ്രീൻ പീസ് കറി വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു കണ്ടുപിടുത്താണ് കേട്ടോ സബോള ഇല്ലാണ്ട് ഒരു ഗ്രീൻ പീസ് കറി. അങ്ങനെ ഒരു 5-6 വെളുത്തുള്ളി നന്നാക്കി, ഒരു 2-3-5 പച്ചമുളക് അരിഞ്ഞിട്ടു. കുഴപ്പമില്ലാത്തൊരു വലിയ 2 തക്കാളി കാരണം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടാണ്. അങ്ങനെ സബോള ഇല്ല എന്ന് മാത്രം കുറച്ച് ഓയിൽ ഒഴിച്ചു, വെളുത്തുള്ളി ഇട്ടു, പച്ചമുളകും തക്കാളി ഇട്ടു. അതൊരു പകുതി ഏകദേശം ഒരു കാവശം വാടി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഇപ്പോൾ ഒന്ന് കറണ്ട് പോയിട്ട്, അതാണ് നമ്മുടെ അവിടെ വെളിച്ചം അതായത് ഇപ്പോൾ അതിനെ കറണ്ട് പോയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, സാധാ മുളക് പൊടി ഇട്ടു കേട്ടോ. അത് ഇട്ട് നന്നായിട്ട്, അതായത് ഈ മുളക് പൊടിയുടെ കുത്തുമാണ് വരയ്ക്കും നന്നായി മൂപ്പിച്ചെടുക്കുക വേണം. തക്കാളി വെന്തെടുക്കുക വേണം കേട്ടോ. ഇതിപ്പോൾ അതിലേക്ക് ഞാൻ കുറേ കറിവേപ്പില, ഒരു 5-8 കറിവേപ്പില കൊണ്ടിട്ടു. പിന്നെ ഞാൻ നമ്മൾ കയ്യിൻ്റെ കണകൊണ്ട് തന്നെ നമ്മൾ തക്കാളി നന്നായി ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ഉടച്ച് സെറ്റാക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രാത്രി ഉറക്കം കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ നേരെ വൈകുക. എനിക്ക് കുറേ ദിവസം ഇല്ലെങ്കിൽ നേരെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഡബ് ചെയ്യുമ്പോൾ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ തൊട്ട് കുണക്കര സ്കൂൾ ഉണ്ടാക്കി. പിന്നെ തൃശ്ശൂർ പോയി കുന്നംകുളത്ത് സാധനം അടിച്ച് വീട് എത്തുമ്പോൾ രാത്രി 7 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മളത് വാടി വന്നപ്പോൾ നമ്മൾ ആ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസ് പാകം വേവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രേവി ഒരു കട്ടി വേണ്ട, കുറച്ച് കൊഴുപ്പ് വേണ്ടേ. അപ്പോൾ ഞാൻ അതിലൊരു 2 പിടി ഗ്രീൻ പീസ് എടുത്ത് നന്നായി കയ്യിലുകൊണ്ട് ഉടച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം എല്ലാവരും നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് കറി. പിന്നെ നമ്മുടെ കുണിക്കിതേക്ക് എടുക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. രാവിലെ ഞങ്ങൾ കഴിക്കാണ്ട് പോയത്. പിന്നെ കുണിക്കിനെ വിളിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ.
കുണുക്കാൻ ഞാൻ വിളിച്ച് കുണുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ട് ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ 1 മണിയൊക്കെ അതിൻ്റെ ഏകദേശം. എന്നാലും വിളിച്ചപ്പോൾ എന്താ അമ്മ എന്നൊക്കെ വിളി കേട്ടു. എന്നിട്ട് പിന്നെ ഞാൻ എടുത്ത് കുറച്ച് ഒക്കത്തൊക്കെ ഇരുത്തി ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്തെന്ന് വെച്ചാൽ അവരെ മൈൻഡൊന്ന് ശരിയാക്കിയിരുന്നു. കുട്ടികളല്ലേ, നമ്മളവരെ ഇങ്ങനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ കുഞ്ഞിന് പോണ കാലഘട്ടത്തിൽ എനിക്ക് ഇത്രയും ടെൻഷനും കാര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുണുക്കിയായപ്പോൾ എൻ്റെ വയസ്സായ കാലത്ത് ഉണ്ടായ മക്കളായതുകൊണ്ടായിരിക്കും സ്നേഹം കൂടുതലില്ല, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. മക്കളെ വളർത്തേണ്ട കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ടെൻഷനുള്ളൂ, പക്ഷേ എല്ലാവരും അനുവേട്ടനും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എന്തോ ഞങ്ങൾക്ക് പഴയ പോലെ മനസ്സിന് ഭയങ്കര ശക്തിയൊന്നും ഇല്ല കേട്ടോ. എട്ട് മണി ഞങ്ങൾ വിളിക്കാൻ പോവാം. ഒന്ന് സൈക്കിളൊക്കെ ചക്കമ്മേനെ ബാക്കിലിരുത്തി അല്ല ഫ്രണ്ടിലായിരിക്കും ബ്രഷ് കൊടുക്കും. സൈക്കിളിന്റെ അവിടേക്ക് പോയിട്ട് നമുക്ക് ബ്രഷ് ഒക്കെ എടുത്തിട്ട് സൈക്കിളിന്റെ അവിടേക്ക് പോവാ. വാടപ്പൊന്നുമണിയേ 8 മണിയായിട്ടല്ലോ. 9:00 എത്തണം. 1.5 മണിക്കൂറുണ്ട്. വാ അതിന്റെ അങ്ങനെ അച്ഛനും മോളും എടുത്തിട്ടൊന്നും പുറത്തേക്കൊക്കെ കൊണ്ടുപോട്ടെ. എന്താ വെച്ചാൽ അവരെ മൈൻഡ് ശരിയാക്കാനുള്ള ഒറ്റ ഒരു പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഇതേ കുണുക്കൻ്റെ മൈൻഡ് ശരിയാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ കേട്ടോ. കുണുക്കൻ്റെ മൈൻഡും വരെ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഏൽപ്പിച്ചിട്ടില്ല. എന്താ വെച്ചാൽ വരെ മൈൻഡൊക്കെ സെറ്റായി വന്നിട്ടതിന് ശേഷമാണ് നമുക്ക് ഇതാക്കാൻ പറ്റുന്നത്. പിന്നെ ചേട്ടൻ എന്തൊക്കെയോ വയസ്സായ അപ്പൻ്റെ നടുപിടിക്കാൻ വേണ്ടി എടുത്ത് നടക്കുന്നു പറയല്ലോ വയസ്സായ അപ്പനല്ലേ അല്ലേ? ആരോനാ ചക്കമ്മ പേമീണ്ടാ തലയിൽ പേമീണ്ടാ ഊളച്ചി കെടുക്ക് നോക്കിയ ഇവിടെ ആ ഫിഷ് ടാങ്കിലത്തെ മീമി പോവില്ല, അതേപോലെ നോക്കിയ ഒരു പേന സരിഗപ പദനി സാ അപ്പന്നെ ചീത്ത പറയുന്നല്ല ആൾക്കാരല്ലോ. സപ്പോളൊന്നും വേണ്ടോ രാവിലെ തന്നെ കേട്ട പോലെ ചിന്തിരത്തോ ഇങ്ങനെ വിളിക്കവനാ ബുദ്ധിവനെ ഇങ്ങനെ വിളിക്ക മോന. ഇങ്ങനെ ഇവിടെ മമ്മൂട്ടിട്ട് കിട്ടിയെങ്ങനെ ഇങ്ങനെ അടിക്ക എങ്ങനെ തോക്ക് തിരിക്കുന്നു അമ്മ ഇങ്ങനെ ചവിട്ട് ഇങ്ങനെ ചവിട്ട് അമ്മേ. മമ്മൂട്ടി വെറുതെ കാലുകൊണ്ടാക്കുള്ള ചവിട്ടില്ല ചേട്ടാ. കാലിങ്ങനെ വന്ന് ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ അവരങ്ങനെ ചവിട്ടില്ല, ഇങ്ങനെ തിരക്കാക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പം കാറ്റ് ഇങ്ങനെ ആവും, ഇത്രയേ ഉള്ളൂ. മുഖത്തിടിക്കുമ്പോൾ നോക്കട്ടെ അപ്പം ഇങ്ങനെ മുഖം ഇങ്ങനെ ഇരിക്കും, ഇത്രയേ ഉള്ളൂ. സത്യം മേലുകൊള്ളില്ല. വണ്ടി ഓടിക്കരുത്, അത്ര സ്പീഡിലൊന്നും ഓടിക്കില്ല, അതൊക്കെ വെറുതെ കാണിക്കരുത്. ഓഫ് റോഡാ സെറ്റപ്പ് ആയിട്ട് ഓടിക്കും.
അങ്ങനെ അവരെ പല്ലേൽപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാൾക്കും ബ്രഷൊക്കെ കഴുകി ഒരു പേസ്റ്റാക്കി കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ബെഡ്റൂമിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവരുടെ ബെൽറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലത്തേട്ടാ കുണുക്കിന് കഴിഞ്ഞ 2 ബെൽറ്റ് ഉണ്ടായിരുന്നു. ഒരു ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുണുക്കിക്കും ആ ബെൽറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പുതിയത് മേടിച്ചിട്ടില്ല, ഇനി സ്കൂൾ തുറന്നതിന് ശേഷം മേടിക്കുക. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇതേ ബെഡ്ഷീറ്റ് ഞങ്ങൾ പുതച്ച പുതപ്പും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കാന്ന് വെച്ചിട്ടോ. അപ്പോൾ ഒന്ന് അനിയേട്ടൻ്റെ, ഒന്ന് എൻ്റെ അനിയേട്ടൻ്റെ കുണുക്കന്, എൻ്റെ കുണുക്കിയുടെയും പിന്നെ കുഞ്ഞിൻ്റെ കേട്ടോ. പിന്നെ ഒരു നെക്സ്റ്റ് നമ്മൾ വെക്കട്ടെ. ചില സമയത്ത് ഇവർ ഞങ്ങളുടെ നിന്ന് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് നിൽക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് പുതപ്പുണ്ടാവില്ല. അപ്പോൾ അതിനൊരു ഒരു എക്സ്ട്രാ മഴക്കാലമല്ലേ, നമ്മൾ എക്സ്ട്രാ വെക്കട്ടെ. അങ്ങനെ പുതപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് വിരിക്കണുള്ളൂ. ഇനി കുറച്ച് നമ്മൾ എന്തായാലും വിരിക്കും. കുഞ്ഞ് അടിച്ച് തുടയ്ക്കുന്ന സമയമാകുമ്പോൾ ഒന്ന് കിടയ്ക്ക് കുടഞ്ഞ് വിരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് രാവിലെ ഒന്ന് എന്തെങ്കിലും ഡ്രസ്സ് മാറുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിരിയെല്ലാം പോയി പെട്ടതിന് എനിക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കുടഞ്ഞ് വിരിച്ച് സെറ്റാക്കിയിട്ടാണ്. ആദ്യമൊക്കെ രാവിലെ എണിച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ കിടക്കൊക്കെ വിരിച്ച് ഭയങ്കരമായിട്ട് വരിക കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും പറ്റാറില്ല. എന്താ വെച്ചാൽ കുണുക്കി കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതേ ബെൽറ്റും കാര്യങ്ങളൊക്കെ കുണുക്കിനെ വിളിച്ചിട്ട് വായു രണ്ടാളുടെ വയർ കുണുക്കാൻ അന്നത്തെ ഒരു തടിയും കാര്യങ്ങളും എല്ലാവരും ഇപ്പോൾ കുറച്ചുകൂടി തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ കുണുക്കി ക്ഷീണിക്കുകയും ചെയ്തില്ല, കുണുക്കിനെ ചെറുതാക്കുകയും ചെയ്ത് കുണുക്കിനെ കുറച്ച് വലുതാക്കിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് എന്താ നീ പറഞ്ഞാലും നീ പല്ലേക്കണം, നീ വീട്ടിൽ പല്ലേപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് ഒരുമിച്ച് പറ്റില്ല കേട്ടോ അതിനായിട്ടാന്ന് കൊണ്ട് ഞാൻ നോക്കണം തോട്ടമിട്ടത്. അങ്ങനെ ഞാൻ ഒരുമിച്ച് ദൈവം രണ്ടാളും പല്ലേപ്പും കാര്യം പിന്നെ കുടിക്കാനും ഞാൻ തേച്ചോളുമ്പോൾ അവിടെ ഒരു കുത്താണ്. പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു, കഴിഞ്ഞു. എന്താ അവരങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും അതിനായിട്ട് എനിക്ക് ഷേവ് ചെയ്ത് തന്നെയില്ലേ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ ഞാൻ ഷേവ് ചെയ്ത് കൊടുത്തു. കുട്ടികളെ നോക്കണേക്കാൾ അപ്പുറമായിട്ട് അച്ഛനെ നോക്കണമെങ്കിൽ അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്ന് കുടിക്കുകയും ചെവി തെറിപ്പിക്കലടാ. ഞാൻ ആരോട് പറഞ്ഞു ആരും ചോദിച്ചു ബീഫ് ബിരിയാണി ചിക്കൻ ആക്കി ഓക്കെ കയറിന്നോ. അങ്ങനെ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ടിട്ട് തൃശ്ശൂർ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ വേറെ ഒന്നുമില്ല, കുട ഇവർക്ക് കഴിഞ്ഞ കൊല്ലത്തെ കുടയുണ്ട്. ഇവരെ സ്കൂൾ ഉണ്ടാക്കാൻ പോകണ ഞാൻ രണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 2 വലിയ കുട മേടിക്കാണ്ടായിരുന്നു. പിന്നെ ബേക്കറി ഷീറ്റ് പറമ്പ് മറിച്ച് കെട്ടാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതിന് ഷീറ്റ് മേടിക്കാണ്ടായിരുന്നു. തൊപ്പി മേടിക്കണം. ഇവർക്ക് തലയിലേക്ക് മൂത്രം വയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് തൊപ്പിയാണ്. മഴച്ചാറൊക്കെ ആണെങ്കിൽ തലയിൽ വെള്ളണിക്കണേ. അപ്പോൾ 2 തൊപ്പി മേടിച്ചു. പിന്നെ ഞാൻ ഷെഡ് മേടിച്ചു, പക്ഷെ എനിക്കത് അത്ര ഇതായില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഷെഡ് മേടിക്കാൻ പോയി. അപ്പോൾ അത് ഷെഡ് വെക്കാനായിട്ട് 2 ബോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ.
എന്താ വെച്ചാൽ നമ്മൾ അവിടെ നമ്മളെ കുട്ടികളുടെ ഡ്രസ്സ് നമുക്ക് സ്കൂൾ ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. പിന്നെ ഇങ്ങനത്തെ ചെറുതൊക്കെ നമ്മള് കൈകി വന്നിട്ട് നമ്മൾ അപ്പം എടുത്ത് വെച്ചിരുന്ന പിന്നെ കാണണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ബോക്സിലാക്കി കേട്ടോ. ഷെഡ് ഇത് ഞാൻ മാക്സിന്ന് മേടിച്ചാട്ടാ. നല്ല ക്യൂട്ടായിട്ട് രണ്ട് ഷെഡ് ചെയ്താ നല്ല രസമുണ്ട് കളറൊക്കെ. ഇത് ഷെഡ് കുണിക്കുമ്പോള്ള വീട്ടിലിടാനുള്ള ട്രൗസർ, വീട്ടിലിടാനുള്ള ട്രൗസർ, മഴക്കാലം അല്ലേ അപ്പൊ ചവിട്ടി സാധനം മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. എന്ന് പോകുമ്പോ ഞങ്ങക്ക് വണ്ടി നിർത്താൻ പറ്റില്ല ആ കടയിലേക്ക് പോണെങ്കിലേ. അപ്പൊ ഇന്ന് മെനക്കെട്ട് നിർത്തി മേടിച്ചു. നടന്നു പോയി മേടിച്ചു കേട്ടോ. അല്ലെങ്കിൽ നിർത്തി മേടിക്കലില്ല. ഇപ്പൊ കുറെ നാളായിട്ട് മേടിക്കാൻ പോകാൻ പറ്റാറില്ല. കറക്റ്റാണോ നോക്കിയാ? കുഴപ്പമില്ല, കറക്റ്റായിട്ട്. ഒരുപാട് ടൈറ്റ് വേണ്ട അവർക്ക്. വെള്ള ഷെഡോട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ ഇതൊക്കെ ഒരാള് പൂരിതായിട്ട് വന്നിട്ട് ഇട്ട് വെക്കുക. ഷെഡ് പുതിയതുണ്ട്. കുണിക്ക് 5, 6, 7, 8 ഷെഡ് ഉണ്ടല്ലേ? 8 പുതിയത് 8 8 ഷെഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ യൂസ് ചെയ്ത് പഴയതിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കുട്ടികളെ നല്ല കളറുള്ള ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഡോടെ നമുക്ക് എടുക്കാൻ യൂസ് ചെയ്യാൻ സുഖം ഉണ്ടാവും. നല്ല ടവില് മേടിച്ചിട്ടുണ്ട്. ഇത് കുണിക്കീര ബോക്സാണ്. ഇത് കുണിക്കീര കേട്ടോ. കുണിക്കീര എങ്ങനെ വെച്ചാൽ കട. അപ്പൊ ഓണത്ത് കുണിക്കീര ഓരോന്ന് എടുക്കുമ്പോ നമുക്ക് സുഖമായിരിക്കും കേട്ടോ. ആ ഇത് പിന്നെ കുണുക്കര നോക്കിയാ കുണുക്കര ഷെഡിക്ക് റൈറ്റ് അപ്പൊ ഇത് കുണുക്കന്റെ ഷെഡിയില. കുണുക്കന് ഞാൻ ഒരുപാട് മേടിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ കുണിക്ക് വീട്ടിലിങ്ങനെ ഇട്ട് കുണുക്കന് വീട്ടിലൊന്നും ഷെഡിട്ടില്ല, ബുദ്ധിമുട്ടല്ലേ. പിന്നെ കുണിക്ക് ഉടുപ്പിന്റെ അടിയിലൊക്കെ വേണം. സുഖമായിട്ടിരിക്കാൻ വേണ്ടി ട്രൗസറോളൊക്കെ ചെറുതായിട്ട്. പിന്നെ ഞങ്ങള് അവൻ പുറത്തേക്ക് പോകുമ്പോ ഇടുന്നത് ജീൻസിന്റെ അല്ല, അത് ഡെയിലി യൂസ് ഇവിടേക്ക് ട്രൗസർ. പിന്നെ മാക്സിമം അവനും ഷെഡ് ഇട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ഇങ്ങനത്തെ ഇന്ന് തന്നെ ഇട്ടു. പച്ച വേണമെന്നാണ് പച്ച ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ല അതൊക്കെ ഇഷ്ടമായി കാണാനല്ല. അപ്പൊ നമുക്ക് അത് പോണ നേരത്തെ അവരുടെ സാധനം നമുക്ക് തെരഞ്ഞു കിടക്കണം. അങ്ങനെ ഒരു പോകണം കേട്ടോ. ഇങ്ങനെ ബോക്സിലാകുമ്പോ തിരുമ്പി വന്ന ശേഷം ബോക്സിൽ അത് ഷെഡ്യൂളാക്കി വെച്ച് കഴിഞ്ഞാൽ കേട്ടാ അവർക്ക് വേണ്ടിട്ട് ഒരു കള്ളി മാറ്റി ഇട്ടുക. അവർക്കുള്ള ഒരു കള്ളി മാറ്റി വെച്ചിട്ട് ടവിലുകൾ അതിൽ വെക്കാൻ ബോക്സ് ഇനി മാറിയ അവരൊക്കെ ഒരു കള്ളി ഇതിലൊക്കെ ഉണ്ട്. അത് വീട്ടിൽ നമുക്ക് ഇടണല്ലോ നമ്മുടെ. ഇങ്ങനത്തെ ടവൽ നല്ല ടവലായിട്ട്. ഇത് എന്താ വെച്ചാൽ നല്ല വെള്ളം പിടിക്കുകയും ചെയ്യും. നമുക്ക് ചെറുതാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാനും ഒക്കെ സുഖമാണ്. ഇത്രയേ ഉള്ളൂ കേട്ടാ. പക്ഷെ ഞാൻ മാക്സിമം അടിച്ചത് കുറച്ച് വലുതാ. അത് യൂസ് ചെയ്യാൻ വലിപ്പം കൂടുതലാണ്. അത് യൂസ് ചെയ്യാൻ ഇത് നമുക്ക് നല്ല സുഖമായി തുടയ്ക്കാം. ഇവർക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാട്ടോ. സൂപ്പറാ. ഇവരെ കഴിഞ്ഞൊക്കെ ഇപ്പോഴത്തെ അടക്കള ഉടക്കുന്നുണ്ടാവും. തൊപ്പി അവിടെയാ എടുത്തിട്ട് പോയാ. നാളെ ഇനി ഉച്ച വരെ ഉള്ളോ? നാളെ ഉച്ച വരെ ഉള്ളു കേട്ടോ. ഉച്ചക്ക് വരും വീട്ടിലേക്ക്. ബുധനാഴ്ച തൊട്ടാണ്, അല്ല വ്യാഴാഴ്ച തൊട്ടല്ലേ? ബുധനാഴ്ച തൊട്ടാണ് ഫുൾ ടൈം. പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല. എനിക്ക് നാളെ മറ്റേ ഡീറ്റെയിൽ ഫോണിൽ അറിയിക്കാന്നാണ്. നല്ല ടവലാട്ടാ. 9 രൂപ കേട്ടാ. ഞങ്ങള് 6 മേടിച്ചു. 9 രൂപയുള്ളൂ.
അത് രണ്ടാൾക്ക് ഇങ്ങനെ ഒരുപോലത്തെ കളർ മേടിക്കണം, അല്ലെങ്കിൽ പിന്നെ കളർ ചൊല്ലിയിട്ടാ വണ്ടി. ദിവസം അപ്പൊ ചിലപ്പോ ഒരു കളർ ഒരാൾക്ക് അതന്നെയാണോ? ആ കളറിനാണ് ഇവർക്ക് അങ്ങനെ കണ്ട പ്രഷർ ഇരട്ടകള്. അതുകൊണ്ട് രണ്ടാൾക്കും ഒരേപോലത്തെ കൊടുത്തേക്കാന്ന് വെച്ചിട്ട് ഇതുപോലത്തെ കുഴപ്പമില്ല, നല്ല നല്ല കളറുകളാ, നല്ല നല്ല കളറുകളാ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വിലകളൊക്കെ പറഞ്ഞില്ല. ഇതൊന്നും നാളെ പോണത് ആ നേരത്തെ തിക്കുന്നേരക്കും ബഹളാവേ. എളുപ്പമല്ല എത്ര നേരത്തെ വെച്ചാലും എത്ര നേരത്തെ വെച്ചാലും തിക്കും തിരക്കാം. നോക്കി നേരത്തെ കിടന്ന് ഉറങ്ങണം, നേരത്തെ ഇരിക്കണ മക്കളെ. ചക്കമ്മയ്ക്ക് മുടിയൊക്കെ എത്തി കൊടുക്കാം. കുണുക്കൻ്റെ അഞ്ചല്ല കുളുക്കൻ്റെ വല്ല കഴിഞ്ഞ കുളുക്കുന്ന നേരത്തെ യൂണിഫോം ഇട്ട് ഓടുക വേണ്ടോ? കുളിക്കുക പാർക്കുണ്ട്. അവ അവന്റെ കഴിഞ്ഞത്തെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് ഹാപ്പി ആയി കൊടുക്ക. സെറ്റ് ആയാ കണ്ണ കണ്ടില്ലേ? അമ്മ ഉണ്ടില്ല കണ്ണിന്. കണ്ണനെ ഞങ്ങൾക്ക് കാണിച്ചൊന്നുമില്ലല്ലോ, നീ നാളെ കാണിച്ചോ? കവലുകൾ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മേടിച്ചതല്ലേ? രണ്ടെണ്ണം എടുത്തു. പക്ഷെ ഭയങ്കര കട്ടി കൂടുതലാ. ഇല്ലാത്ത ദിവസം കൊടുത്തേക്കാം. അല്ല വലിയവർക്ക് പിന്നെയും കുഴപ്പമില്ല, യൂസ് ചെയ്യല്ലേ. നമുക്ക് ബാഗിലൊക്കെ വെക്കാൻ നല്ലതാ. കുടിക്കട്ടെ. ഭയങ്കര തലവേദന. രാവിലെ ഇറങ്ങിയതാ ഞങ്ങള്. പിന്നെ ഇവിടെ ഞങ്ങളുടെ റോഡ് പൊളിച്ചിട്ട് 10-15 ദിവസമായി. ഇപ്പോഴാണ് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ വണ്ടി കയറാത്തതിന് റോഡിൽ വണ്ടി ഇട്ടില്ല. സാധനം $9 നല്ലത്. 9 കുഞ്ഞീത മറ്റു ഭയങ്കര വലിപ്പം. 9 കഴിഞ്ഞത് കാര്യം ചേട്ടാ. ഓണങ്ങാത്ത ദിവസം ഉണ്ടെങ്കിൽ ഇത്രയുള്ള ദിവസം ഉണ്ടാവില്ല. അപ്പൊ ദേ ടവലുകൾ എടുത്തേ ചേട്ടാ. തൊപ്പി വെച്ചോ, തൊപ്പി തൊപ്പി വെച്ചോ, തൊപ്പി എടുത്ത് നോക്കി. പിന്നെ അങ്ങനത്തെ ഒരു ബോക്സില് ഇതാണ് കേട്ടോ ചോറ് പൊതി നല്ലത്. മറ്റേത് ഉണ്ട കെട്ടാവും. 22. പിന്നെ കെട്ടിയില്ലേ പാത്രം ഭയങ്കര ഉണ്ടച്ചിരിക്കുക. കെട്ട് വലിപ്പം കൂടും. ടൈറ്റ് ഇട്ടതാ. അടുത്തോ നമുക്ക് അടുത്തോ കുഞ്ഞോ എവിടെയത് അല്ല കാത്ത ചച്ചരൊക്കെ തിരിക്കണ്ടിട്ടേ. അത്യാവശ്യം ഇങ്ങനെ ഒരു ഉണിക്കാകുമ്പോഴൊക്കെ ഇനി എടുത്തേക്കണ്ടേ. അമ്മയ്ക്ക് എടുക്കാൻ എടുത്തേക്കട്ടെ. ഇത് മടക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കഴുകി ഉണക്കി ഇടുന്ന ഇവിടെ വെച്ചാൽ ഇതുപോലെ മടക്കിയിട്ട് കുട്ടികളുടെ സാധനങ്ങൾ മാത്രം മാറ്റി മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ തുണിക്കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞ് കിട്ടില്ല. അപ്പൊ തിരുമ്പി തോരിട്ട് എടുത്തോണ്ടുമ്പോ ഇവരുടെ മാറ്റി വെച്ചിട്ട് മടക്കി വേണം. സ്കൂളിൽ വന്ന കറക്റ്റ് സാധനങ്ങൾ കറക്റ്റ് എടുത്ത് വെക്കണം. ഇന്ന് കൊടുക്കട്ടെ ഈ കെട്ടിയില്ലേ? അപ്പൊ നിന്ന് വളർത്തിയത് അവിടെ
ആ ടൈ അല്ല മറ്റേ ടോക്കൺ ടോക്ക് വേണ്ടല്ലോ അത് വേണ്ട. പുതിയത് കിട്ടിയ മോനെ പറയടാ എടുത്തിട്ട് തന്നടാ ഉണ്ണിയുള്ള തൊപ്പി ഇതാട്ടാ ഇതിന്റെ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ പാലടിക്ക് ഞാൻ ഉണ്ടാക്കിയ ബോളിക്ക് ആ ഇത് ഭയങ്കര കട്ടി. പായസത്തിന് മധുരം ഭയങ്കര കുത്ത്. പിന്നെ മറ്റേ സാധനം എന്താ പറയാ അതിന് കട്ടി കൂടുതലാ. വേറെ ഒരു പാചകം എന്ന് പറയാം, പക്ഷെ ഉള്ളത് പറയാലോ അല്ലേ. പക്ഷെ എനിക്ക് വീട്ടിൽ ഇഷ്ടമായത് ഇതിനെ കണ്ട സൂപ്പർ ഭയങ്കര കട്ടി. ഭയങ്കര കട്ടി ഇതിന് ലൈറ്റ് പോയമ്മ ഇത് ഭയങ്കര കട്ടി. മതി ഇത്ര നേരമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് അലമാരി ഏകദേശം ഞങ്ങൾ ഞായറാഴ്ച പോയിട്ട് എല്ലാം മേടിച്ചോണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഞായറാഴ്ച വണ്ടി പുറത്തേക്ക് കടന്നില്ല കേട്ടോ. അത് ഞങ്ങളുടെ വഴി ഇടിഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് അത് റിപ്പയറിങ് ആയിരുന്നു. ഇന്നും അതെ. അപ്പം ഞങ്ങളുടെ വണ്ടി അകത്ത് പെട്ടെടുക്കുക സ്വിഫ്റ്റ്. അപ്പം ഇന്നലെ ഞങ്ങൾക്ക് മേടിക്കാൻ പോകാൻ പറ്റിയ പൊന്നിനും അവർക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് അവർ ഉറങ്ങിയിട്ട് രാത്രി 10 മണി 11 മണിക്ക് അവർ ജയിച്ചു. അപ്പം ഇന്നലെ ഒന്നും മേടിക്കാൻ, ഇന്നലെ എല്ലാം മേടിച്ചോണ്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പം എന്തായാലും ഇന്നെല്ലാം മേടിച്ച് സെറ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ബോക്സിലാക്കി വെച്ച സുഖമായിട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ആവശ്യമുള്ള ഷെഡികളും ടവലുകളും ഒക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുണുക്കൻ്റെ യൂണിഫോമൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ വെക്കാം. ഇത് കുണുക്കന് തയ്ച്ചതോ മേടിച്ചതോ പീട്ടാ. കുണുക്കന് ബാത്റൂമിലേക്ക് നമ്മളേ ആ വലിയ തൊപ്പി കേട്ടോ. ഇമ്പറേക്കും ഓക്കെ ഹെൽപ്പുണ്ട്. ഇത് കുണിക്കുമ്പോള്ള ഇത് കുണിക്കുമ്പോൾ വെച്ചോട്ടമ്മ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പോകണം. ഓക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവിടെ ഇല്ല. ഓക്കെ ഇങ്ങനെ ഒരു ടൈ കൂടി അവിടെ ഉണ്ട്. ടൈ ഒക്കെ ഇതുമിങ്ങനെ ഇട്ടേക്കാട്ടാ. ടൈ സോക്സ് കാര്യങ്ങളൊക്കെ 79 78 26 43 13 ആരവിന്റെ അതാണോ ആരവിൻ്റെയിലാണോ എടുക്കുന്നത്? ഇനി ഉണ്ടല്ലോ ടൈ ഇതോ അതുകൊണ്ട് എടുത്തോണ്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നാളെ തൊട്ട് അവരെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പൊ എന്തായാലും ഇത് ഉപകാരപ്രദമാവുമല്ലോ. വല്ലവർക്ക് കാണുമ്പോൾ ഇതൊരു ഉപകാരപ്രദമാവും. അപ്പോൾ ഇതിങ്ങനെ ബോക്സുകളൊക്കെ ഉള്ള സാധനമാക്കി നമുക്ക് എടുത്തോളക്കാനും പിടിക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ബോക്സിൽ നമുക്ക് അലമാരി സ്പേസും കിട്ടുമല്ലോ. അപ്പോൾ അവരത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണ് ഇരിക്കും. ഇതാകുമ്പോൾ ദൗതിങ്ങി കറക്റ്റ് ഇങ്ങനെ ഇരിക്കും. ബാക്കി ഇവരെ സാധനം ഇവിടെ വെച്ചോടത്താൽ കേട്ടോ. അങ്ങനെ എല്ലാ അലമാരിന്നും ഇവർക്ക് വേണ്ടിയിട്ട് കളി ഒഴിവാക്കിയതാണ്. ഇവർക്ക് വേണ്ടിയിട്ട് കളി ഒഴിവാക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഒക്കെ സെറ്റായി. അപ്പോൾ ഇനി ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ. ഇനി മീൻകറി വെക്കണം, പണികൾ കുറേ ഉണ്ട്. പോട്ടെ. ബൈ.